വാർത്തയിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടിയാണ് പത്മകുമാർ ജാമ്യ ഹർജി സമർപ്പിച്ചത്. കൊല്ലത്തുനിന്ന് സൂര്യഗായത്രി വരുന്നു. സൂര്യഗായത്രി, ഗുഡ് മോർണിംഗ്. അപ്പോൾ തന്ത്രി 40 ദിവസം പൂർത്തിയായപ്പോഴേക്കും ഇപ്പോൾ 90 ദിവസം എടുത്തില്ല, ജാമ്യം കിട്ടി പുറത്തേക്ക് പോകുന്നു. ഇതിപ്പോൾ കുറ്റപത്രമോ ഇല്ല, അഡീഷണൽ താൽക്കാലിക കുറ്റപത്രമോ ഇടക്കാല കുറ്റപത്രമോ ഒന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവിക ജാമ്യം എന്ന ക്ലെയിം ഉറപ്പായും പത്മകുമാറിനും ഉണ്ട്. ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് പ്രവിത. ഇന്നിപ്പോൾ കഴിഞ്ഞ നവംബർ 20-ാം തീയതിയാണ് കട്ടിളപ്പാളി കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പത്മകുമാർ അറസ്റ്റിലാകുന്നത്. അതിനുശേഷം ദ്വാരപാലക ശില്പ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ കട്ടിളപ്പാളി കേസിൽ 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് പത്മകുമാർ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അതുപോലെ തന്നെ എൻ വാസുവിനുമൊക്കെ സ്വാഭാവിക ജാമ്യം അനുവദിച്ച് നൽകിയ അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് കട്ടിളപ്പാളി കേസിൽ എ പത്മകുമാർ നൽകിയ ജാമ്യ ഹർജി, അതിൽ സ്വാഭാവിക ജാമ്യം പത്മകുമാറിന് ലഭിക്കും. പക്ഷെ അതേസമയം തന്നെ ദ്വാരപാലക ശില്പ കേസിൽ 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് പത്മകുമാറിന് ജയിൽ മോചിതനാകാൻ കഴിയില്ല എന്നുള്ളതാണ്. ദ്വാരപാലക ശില്പ കേസിലും 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായി അതിന് ജാമ്യാപേക്ഷ നൽകിയാൽ മാത്രമേ അത് ജാമ്യം ലഭിച്ചാൽ മാത്രമേ പത്മകുമാറിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും SIT ഇപ്പോഴും ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. എന്തായാലും ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങൾ ഉൾപ്പെടെ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സ്വർണ്ണ കവർച്ച സമയത്ത് പത്മകുമാർ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പത്മകുമാറിന്റെ അറിവോടെയാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുള്ളത് എന്നുള്ള മൊഴിയാണ് ദേവസ്വം ബോർഡിലെ അംഗങ്ങളൊക്കെ തന്നെ പത്മകുമാറിനെതിരെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന് ഇന്നിപ്പോൾ ജാമ്യം ലഭിക്കും, പക്ഷേ ജയിൽ മോചിതനാകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ശങ്കർദാസും ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിയിട്ടുണ്ട്. അത് ആരോഗ്യ അവസ്ഥ കണക്കിലെടുത്തുകൊണ്ടാണ് ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. അത് പക്ഷേ പരിഗണിക്കുക ഈ മാസം 23-ാം തീയതിയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം 41-ാം ദിവസമാണ് തന്ത്രി കണ്ഠരര് രാജീവർ പുറത്തിറങ്ങുന്നത്. പക്ഷേ തന്ത്രി പുറത്തിറങ്ങിയതും അതുപോലെ തന്നെ ശ്രീകുമാർ പുറത്തിറങ്ങിയതും ഒന്നും സ്വാഭാവിക ജാമ്യം ലഭിച്ചിട്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ പുറത്തിറങ്ങിയത് സ്വാഭാവിക ജാമ്യത്താൽ തന്നെയാണ്. അപ്പോൾ സ്വാഭാവിക ജാമ്യം ഇല്ല എങ്കിൽ പോലും പ്രതികൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളി തീർക്കുന്നു എന്ന കാര്യത്തിൽ സംശയം ഒന്നും വേണ്ട. എന്തായാലും ഇന്നിപ്പോൾ പത്മകുമാറിന്റെ കാര്യത്തിൽ തീരുമാനം അറിയാൻ കഴിയും. അത് എന്തായാലും ഒന്നാം പ്രതി, ആദ്യ പ്രതി പോറ്റി തന്നെ ജാമ്യം കിട്ടി പുറത്തേക്ക് പോയി സ്വാഭാവിക ജാമ്യത്തിൽ. അപ്പൊ പിന്നെ ഒന്നാം പ്രതി തന്നെ ജാമ്യം കിട്ടി പുറത്തേക്ക് പോയ പശ്ചാത്തലത്തിൽ ബാക്കി പ്രതികൾ അകത്ത് കിടക്കുന്ന എന്തിനാ എന്നൊരു സ്വാഭാവികമായ ചോദ്യം ഉണ്ടാകും. സ്വാഭാവികമായും ഇനിയുള്ള പ്രതികൾ കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്ന വാദവും ആണത്. അല്ലെങ്കിൽ തന്നെ ഇനി ഒരു വാദം ഉന്നയിച്ചില്ലെങ്കിൽ തന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നില്ലെങ്കിൽ 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം, സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറയുന്നത് ഒരു നാട്ടുനടപ്പാണ്, കീഴ്വഴക്കമാണ്. അപ്പോൾ അത് പത്മകുമാറിനും ബാധകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.